പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഈ പാഠത്തിൻ്റെ മൂന്നാം ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ഈ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. അക്കൗണ്ടിങ്ങിൽ വിവിധ ശാഖകൾ നമുക്ക് കാണാൻ സാധിക്കും. അക്കൗണ്ടിങ് എന്ന് പറയുന്ന പഠന വിഷയം, ഡിസിപ്ലിൻ, ആ പഠന വിഷയത്തിൽ പല ശാഖകൾ നമുക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ സബ് ഡിസിപ്ലിൻസ് നമുക്ക് കാണാൻ കഴിയും. അക്കൗണ്ടിങ്ങിലെ പ്രധാനപ്പെട്ട ബ്രാഞ്ചസുകളെ കുറിച്ചാണ്, അക്കൗണ്ടിങ്ങിൻ്റെ ശാഖകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 ബ്രാഞ്ചസ്, സബ് ഡിസിപ്ലിൻസ് നമുക്ക് അക്കൗണ്ടിങ്ങിൽ കാണാൻ സാധിക്കും. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നിവയാണിവ. അക്കൗണ്ടിങ് എന്ന് പറയുന്ന പഠന വിഷയത്തിൻ്റെ ഉപശാഖകളാണ്, അല്ലെങ്കിൽ സബ് ഡിസിപ്ലിൻസ് ആണ് ഇവ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഇവയാണ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട 3 ശാഖകൾ അല്ലെങ്കിൽ ഉപവിഷയങ്ങൾ, സബ് ഡിസിപ്ലിൻസ്. ആദ്യമായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്ന് കാണാം. അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രാഞ്ച് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഇന്നും ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചാണ്. എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്? ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് കീപ്പിംഗ് എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ്. ഇപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളെ രേഖപ്പെടുത്തി വെക്കുകയും ആവശ്യമുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ, ധനകാര്യ റിപ്പോർട്ടുകൾ തയ്യാറാക്കുകയുമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. നമ്മൾ കണ്ടു, ഹയർ സെക്കൻഡറി തലത്തിൽ നമ്മൾ 2 വർഷവും കൈകാര്യം ചെയ്യുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ആസ്പെക്റ്റുകളാണ്. ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ രേഖപ്പെടുത്തി വെക്കുകയും ആവശ്യാനുസരണമുള്ള റിപ്പോർട്ടുകൾ, സാമ്പത്തിക രേഖകൾ തയ്യാറാക്കുകയുമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത്. So financial accounting is mainly related with keeping the records of financial transactions. പണപരമായിട്ട് പ്രസ്താവിക്കാൻ കഴിയുന്ന ഇടപാടുകളെ രേഖപ്പെടുത്തി വെക്കുകയും ആൻഡ് ഓൾസോ പ്രിപ്പറേഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ലൈക്ക് ബാലൻസ് ഷീറ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സെട്ര. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുക. ബിസിനസ്സിന് ലാഭനഷ്ടങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാറുണ്ട്. പിന്നെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ട് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാറുണ്ട്. ഇവയൊക്കെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളാണ്. ബിസിനസ്സിൽ തയ്യാറാക്കുന്ന സാമ്പത്തിക രേഖകളാണ്. ബിസിനസ്സിൻ്റെ പെർഫോമൻസ് അറിയാനും ആ ബിസിനസ്സിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാനും തയ്യാറാക്കുന്ന രേഖകളാണവ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പ്രധാനമായിട്ടും ഇടപാടുകളുടെ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൻ്റെ, അല്ലെങ്കിൽ നമ്മൾ കണ്ടു ഇക്കണോമിക് ഇവൻറ്റ്സിൻ്റെ, അല്ലെങ്കിൽ ബിസിനസ് നടക്കുന്ന ഇടപാടുകളുടെയും സംഭവങ്ങളുടെയും രേഖപ്പെടുത്തലും ആ ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കലുമാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. ട്രഡീഷണൽ ആയിട്ടുള്ള, പരമ്പരാഗതമായിട്ടുള്ള, ഏറ്റവും ആദ്യം എമേർജ് ചെയ്ത അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു അസർടൈൻ ദ ബിസിനസ് റിസൾട്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ സൗണ്ട്നെസ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ബിസിനസ് റിസൾട്ട്സും ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സും അറിയുക എന്നുള്ളതാണ്. ബിസിനസ്സിൻ്റെ സാമ്പത്തിക അവസ്ഥയും ബിസിനസ്സിൻ്റെ പെർഫോമൻസും അറിയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് മെയിൻലി യൂസ്ഡ് ടു അസർടൈൻ the business results
the profit or loss made by the business, and the financial soundness, the financial position in terms of assets and liabilities. And also it relates to the past period and serves the stewardship function. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യങ്ങളെ രേഖപ്പെടുത്തി വെക്കലാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അത് ഹിസ്റ്റോറിക്കൽ നേച്ചറാണ്. കഴിഞ്ഞുപോയ ഇടപാടുകളെ മാത്രം രേഖപ്പെടുത്തി വെക്കുകയാണ്. ഫ്യൂച്ചറുള്ള കാര്യങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമല്ല. അല്ലെങ്കിൽ ഫോർകാസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമല്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഓൾറെഡി കഴിഞ്ഞുപോയ കാര്യങ്ങളെ മാത്രം രേഖപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ അതിനെ വേണമെങ്കിൽ ഹിസ്റ്റോറിക്കൽ നേച്ചറിലുള്ള ഒന്നായിട്ട് നമുക്ക് ചിത്രീകരിക്കാം. കാരണം കഴിഞ്ഞ കാലയളവിലുള്ള ഇടപാടുകളെ മാത്രം രേഖപ്പെടുത്തി വെക്കുന്ന കാര്യമാണ്. സോ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു പാസ്റ്റ് പീരീഡ് ആൻഡ് ഓൾസോ സെർവ്സ് ദ സ്റ്റുവാർഡ്ഷിപ്പ് ഫങ്ഷൻ. ഒരു കണക്കപ്പിള്ളയുടേതായിട്ടുള്ള ധർമ്മം. കഴിഞ്ഞുപോയ കാര്യങ്ങൾ മാത്രം രേഖപ്പെടുത്തി വെക്കുന്ന ഒരാളാണ് കണക്കപ്പിള്ള. അപ്പോൾ ആ സ്റ്റുവാർഡ് ആയിട്ടുള്ള കണക്കപ്പിള്ളയുടെ അല്ലെങ്കിൽ ഒരു കണക്കെഴുത്തുകാരൻ്റെ കേവല ധർമ്മം മാത്രം നിർവഹിക്കുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുവാർഡ്ഷിപ്പ് ഫംഗ്ഷൻ മാത്രം പെർഫോം ചെയ്യുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് the provision of financial information to all stakeholders. Stakeholders here means ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നവരാണ്. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അവരെയാണ് ഇവിടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് റിലേറ്റഡ് ടു ദ ബിസിനസ്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, ബിസിനസ് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ, ആ അക്കൗണ്ടിങ് വിവരങ്ങളുടെ ഉപയോക്താക്കളാണ് അവർ, സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതിലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ടു ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷന്, ബിസിനസ്സിനകത്തും പുറത്തുമുള്ള ബിസിനസ് വിവരങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആവശ്യമുള്ളവർക്ക് പ്രദാനം ചെയ്യുക എന്നത് മാത്രമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ബിസിനസ്സിനകത്തുള്ളവർക്കും ബിസിനസ്സിന് പുറത്തുള്ളവർക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരേപോലെ പ്രയോജനപ്രദമാണ്. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ബ്രാഞ്ചാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ദെൻ അനദർ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഈസ് ദ കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? കോസ്റ്റ് അക്കൗണ്ടിങ് അസിസ്റ്റ് ഇൻ അസർട്ടൈനിങ് ദ കോസ്റ്റ് ഓഫ് വേരിയസ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്കറിയാം റെലവൻ്റ് ആയിട്ടുള്ളത് എവിടെയാണ്? മാനുഫാക്ചറിങ് കൺസേൺസിലാണ്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിലാണ്. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ കോസ്റ്റ് നിർണ്ണയിക്കുക, അതിൻ്റെ ഉൽപ്പാദന ചെലവ് നിർണ്ണയിക്കുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ധർമ്മം. സോ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് റിലേറ്റഡ് വിത്ത് അസർട്ടൈൻമെൻറ്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ഓർ സർവീസസ്. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ നിർമ്മാണ ചെലവ് കണ്ടെത്തുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. സോ കോസ്റ്റ് അക്കൗണ്ടിങ് അസിസ്റ്റ് ഇൻ അസർട്ടൈനിങ് the cost of various product and services. It is basically helps in the fixation of prices. എന്തിനാണ് കോസ്റ്റ് നിർണ്ണയിക്കുന്നത്? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് പ്രൈസായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പോൾ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വില നിശ്ചയിക്കാൻ കൃത്യമായിട്ട് അതിൻ്റെ മുടക്കുമുതൽ കണ്ടെത്തണം. ഉൽപ്പാദന ചെലവ് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് വില നിശ്ചയിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഉൽപ്പാദന ചെലവിൻ്റെ കൂടെ ലാഭം കൂടി ആഡ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഏത് ബിസിനസ്സുകാരനെ സംബന്ധിച്ചും പ്രൈസ് വിൽപ്പന വില നിശ്ചയിക്കുക എന്ന് പറയുന്നത് ഏറെ നിർണായകമാണ്. വിൽപ്പന വില കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം മത്സരത്തെ അതിജീവിക്കാൻ സാധിക്കില്ല. നമ്മളുമായിട്ട് മത്സരിക്കുന്ന മറ്റു കമ്പനികൾ
ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വിൽക്കുമ്പോൾ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിറ്റഴിക്കപ്പെടാതെ പോകാം. ഇനി വില കുറച്ച് ഫിക്സ് ചെയ്താലും എന്താണ്, അത് നമ്മുടെ ലാഭത്തെ ബാധിക്കും. അപ്പോൾ പ്രൈസ് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. അപ്പോൾ വില നിർണ്ണയിക്കുന്നതിൽ കോസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് മാർജിനൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കോസ്റ്റ് അസർട്ടൈൻ ചെയ്തുകൊണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി മാനേജ്മെൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ഇൻ കൺട്രോളിങ് ദ കോസ്റ്റ് ആൻഡ് പ്രൊവൈഡിങ് നെസസറി കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ കോസ്റ്റ് നിയന്ത്രിക്കാൻ കഴിയും. മുൻകൂട്ടി കോസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യുകയും ഫിക്സ് ചെയ്യുകയും അതിൽ അധികരിക്കുകയാണ് കോസ്റ്റെങ്കിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളത് വിശകലനം ചെയ്തുകൊണ്ട് ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയും. അതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്, കോസ്റ്റിനെ നിയന്ത്രിക്കുക. അപ്പോൾ കോസ്റ്റ് കൺട്രോളിനും അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിന് വിവിധങ്ങളായുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള വിവരങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് അപ്പോൾ പ്രധാനമായിട്ടും ആർക്കാണ് പ്രയോജനപ്പെടുക? മാനേജ്മെൻറ്റിന്, ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റിന്. ബിസിനസ്സിന് വെളിയിലുള്ളവർക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് അവിടെ പ്രയോജനപ്രദമല്ല. അവർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമില്ല. സോ കോസ്റ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് only to the organization internal management to aid their decision making. അപ്പോൾ ബിസിനസ്സിനകത്തുള്ളവർക്ക് അല്ലെ ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നവർക്ക് ആവശ്യമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇൻഫർമേഷനാണ് ഔട്ട്സൈഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ കോസ്റ്റ് നിർണ്ണയിച്ച് ആ കോസ്റ്റ് കൺട്രോളിന് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഈസ് ദ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഈ മൂന്നിൽ അവസാനമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ആക്ച്വലി ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയും സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാനേജ്മെൻറ്റിന് സമയാസമയങ്ങൾ വേണ്ട തീരുമാനമെടുക്കാനുള്ള വിവരങ്ങൾ നൽകുന്ന സംവിധാനമാണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് നെസസറി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു മാനേജേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം, ഒരു മാനേജറെ സംബന്ധിച്ച്, ബിസിനസ്സിനെ മാനേജ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ബിസിനസ്സിൻ്റെ എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കിട്ടേണ്ടതുണ്ട്. മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ മറ്റുള്ള യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷനേക്കാളും കൂടുതൽ അക്കൗണ്ടിങ് വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ളത് മാനേജ്മെൻറ്റിനാണ്. ബിസിനസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈനംദിനം വിവരങ്ങൾ, അനവധി വിവരങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്നോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നോ ഇത്തരം പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള വിശദാംശങ്ങൾ പ്രദാനം ചെയ്യുന്ന പ്രത്യേക ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡ്രോസ് ഇൻഫർമേഷൻ മെയിൻലി ഫ്രം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് ഓൾസോ കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന സങ്കേതങ്ങൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിലുമുള്ള സങ്കേതങ്ങൾ തന്നെയാണ്. അവ ഉപയോഗപ്പെടുത്തി മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാനുള്ള വിശദമായ വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ജനറേറ്റ്സ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ഓൾസോ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ which relates to the future and is relevant for decision making in the organization. നമ്മൾ കാണുകയുണ്ടായി, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പാസ്റ്റ് ഡേറ്റയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത്. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള പല തീരുമാനമെടുക്കാനുള്ള വിവരങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻ അത് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട്.
അപ്പോൾ അവിടെ നമുക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോ ഒക്കെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷനാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷനോടൊപ്പം തന്നെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഇൻഫർമേഷനും മാനേജ്മെൻറ്റ് അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് സംഖ്യകൾ മാത്രമല്ല, ആ സംഖ്യകളിൽ നിന്നും അങ്ങനെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ, സംഖ്യാപരമായിട്ടുള്ള ആ വിവരങ്ങളെ അവിടെ എന്താണ് മറ്റ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷനായിട്ട് മാറ്റിക്കൊണ്ട് പല തീരുമാനങ്ങളും എടുക്കാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ സെയിൽസ് ഫോർകാസ്റ്റ്, ബഡ്ജറ്റിംഗ്, ക്യാഷ് ഫ്ലോ and also purchase requirements, manpower needs, environmental analysis, etc. are done using technique of management accounting. അപ്പോൾ സെയിൽസ് ഫോർകാസ്റ്റ്, ഭാവിയിലുള്ള സെയിൽസ് കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുക, അല്ലെ ബഡ്ജറ്റിംഗ് നടത്തുക. അതും ഫ്യൂച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ബഡ്ജറ്റുകൾ തയ്യാറാക്കുന്നത്. വരുന്ന 6 മാസത്തേക്കുള്ള പർച്ചേസ് ബഡ്ജറ്റുകൾ നമുക്ക് തയ്യാറാക്കാം, അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റുകൾ നമുക്ക് തയ്യാറാക്കാം. വരുന്ന 1 വർഷത്തേക്ക് ഓരോ മാസത്തെയും ബ്രേക്കപ്പിൽ നമുക്കെന്താണ് അവിടെ ക്യാഷ് ബഡ്ജറ്റുകൾ വേണമെങ്കിൽ തയ്യാറാക്കാം. ഓരോ കാലയളവിലേക്കും ക്യാഷ് റെസീപ്റ്റ്സ് എത്രമാത്രം, ക്യാഷ് പേയ്മെൻറ്റ്സ് എത്രമാത്രമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു ക്യാഷ് ബഡ്ജറ്റ് തയ്യാറാക്കാം. ഇതൊക്കെ കൺട്രോളിങ്ങിന് വേണ്ടി വിനിയോഗിക്കുന്ന സങ്കേതങ്ങളാണ്. അപ്പോൾ അവിടെ ബഡ്ജറ്റിങ്ങോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കലോ, ദെൻ പർച്ചേസ് റിക്വയർമെൻറ്റ്സ്, മാൻ പവർ നീഡ്സ്, എൻവയോൺമെൻറ്റൽ അനാലിസിസ്, ഇത്തരം കാര്യങ്ങളൊക്കെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സങ്കേതം ഉപയോഗിച്ച് നമുക്ക് തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ മാനേജ്മെൻറ്റിന് റെലവൻറ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഫ്യൂച്ചർ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് വേണ്ട അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രദാനം ചെയ്യാനുള്ള സംവിധാനമാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിൽ 3 ബ്രാഞ്ചസ് അല്ലെങ്കിൽ സബ് ഡിസിപ്ലിൻസ് ആണുള്ളത്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓൾസോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ബട്ട് നൗ ഡേയ്സ് വി ക്യാൻ ഓൾസോ സീ സം മോഡേൺ ബ്രാഞ്ചസ് ഇൻ അക്കൗണ്ടിങ്. അപ്പോൾ ആധുനിക കാലത്ത്, സമീപകാലത്ത് അക്കൗണ്ടിങ്ങിൽ പുതിയ പല ശാഖകളും വികസിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ കേവല ധർമ്മമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലുപരി മറ്റു പല മേഖലകളിലേക്കും അക്കൗണ്ടിങ് കൈവച്ചിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ആധുനിക ശാഖകളെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണുന്നത്. ദ മോഡേൺ ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഏറെ ഇന്ന് വളർന്നിരിക്കുന്നു. പുതിയ മേഖലകളിലേക്ക് കൂടി അക്കൗണ്ടിങ് വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പുതിയ ശാഖകളെക്കുറിച്ചാണ് നമ്മളിനി കാണുന്നത്. ഒന്ന് സോഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഇന്ന് സോഷ്യൽ അക്കൗണ്ടിങ് കൂടുതൽ റെലവൻ്റ് ആണ്. പ്രത്യേകിച്ചും പൊതുഖജനാവിലെ പണം മുടക്കി ചെയ്യുന്ന പ്രോജക്റ്റുകൾ വിജയിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന സോഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെയാണ്. പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കി കഴിഞ്ഞാൽ അത് എത്രമാത്രം ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ്, അതിൻ്റെ യൂസ്ഫുൾനെസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രായോഗികമായിട്ട് അതിൻ്റെ ഗുണവശങ്ങൾ വിലയിരുത്തി ആ പ്രോജക്റ്റ് വിജയപ്രദമാണോ എന്ന് പരിശോധിക്കുന്നതാണ് സോഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പുതിയ പാലം 50 ലക്ഷം രൂപ മുടക്കി ഒരു പുതിയ പാലം നമ്മുടെ നാട്ടിൽ പണിതെങ്കിൽ ആ 50 ലക്ഷം മുടക്കിയതിൻ്റെ ഗുണം എത്രമാത്രമുണ്ട്, എത്ര ആൾക്കാർക്ക് എത്രമാത്രം ഗുണം ആ ഒരു പ്രോജക്റ്റ് കൊണ്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുടക്കുമുതലും അതിൽ നിന്നുള്ള ഗുണവും താരതമ്യം ചെയ്തുകൊണ്ട് ആ പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യലാണ് സോഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഫണ്ട് വിനിയോഗിക്കുന്നതിൻ്റെ പ്രയോജനക്ഷമത പരിശോധിക്കാൻ സോഷ്യൽ അക്കൗണ്ടിങ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ആണ് മറ്റൊരു മേഖല.
സ്ഥാപനത്തിൻ്റെ കണക്കുകൾ മൊത്തത്തിൽ തയ്യാറാക്കാതെ സ്ഥാപനത്തിനെ പല കോസ്റ്റ് സെൻറ്റേഴ്സായിട്ട് തിരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട്, ഓരോ മേഖലകളായിട്ട് തിരിച്ചിട്ട് ഓരോ സെക്ഷൻ്റെയും കണക്കുകൾ പ്രത്യേകം തയ്യാറാക്കുന്നു. അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റെയും കണക്കുകൾ വെവ്വേറെ തയ്യാറാക്കുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റെയും ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനമാണോ നടന്നതെന്ന് വിലയിരുത്താൻ കഴിയും. അങ്ങനെ സ്ഥാപനത്തെ പല റെസ്പോൺസിബിലിറ്റി സെൻറ്റേഴ്സായിട്ട് തിരിച്ചുകൊണ്ട് സെപ്പറേറ്റ് കണക്കുകൾ തയ്യാറാക്കുന്ന രീതിയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. അപ്പോൾ ഒരു ബിസിനസ്സിലെ മൊത്തം ലാഭം നിർണ്ണയിക്കാതെ അവിടെ ഓരോ സെക്ഷൻ്റെയും പ്രവർത്തനം വിലയിരുത്താൻ വേണ്ടിയിട്ട് ഓരോ സെക്ഷൻ്റെയും ലാഭനഷ്ടങ്ങൾ പ്രത്യേകമായിട്ട് നിർണ്ണയിക്കുന്ന രീതിയാണ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്ങിലുള്ളത്. ഓരോ സെക്ഷനും ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട്, നേരെ തിരിച്ച് സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ലാഭനഷ്ടങ്ങളാണ് നിർണ്ണയിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വളരെ മോശമായിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു. മറ്റൊരു സെക്ഷൻ്റെ ഫലപ്രദമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ എന്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വീഴ്ച തിരിച്ചറിയാതെ പോകുന്നു. അതിന് പകരമായിട്ട് അവിടെ എല്ലാ സെക്ഷൻ്റെയും കണക്കുകൾ പ്രത്യേകമായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് മികച്ച പ്രവർത്തനം കൈവരിച്ചതെന്നും ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് പിന്നോക്കം നിൽക്കുന്നതെന്നും അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഉത്തരവാദിത്വം ഫലം ഏൽപ്പിച്ചുകൊണ്ട് അവിടെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് നിർവഹിക്കാറുണ്ട്. ദാറ്റ് ഈസ് അനദർ branch of accounting, responsibility accounting. And another one is human resources accounting. നമ്മൾ കാണുകയുണ്ടായി ഹ്യൂമൻ റിസോഴ്സസ്, മനുഷ്യവിഭവശേഷി ഏത് സ്ഥാപനത്തെ സംബന്ധിച്ചോ അവിടുത്തെ ജീവനക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റ് എന്ന് നമുക്കറിയാം. ആ സ്ഥാപനത്തിലെ ജീവനക്കാർ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ സ്ഥാപനം പരാജയപ്പെടും, നിശ്ചിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ വരും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാർ അല്ലെങ്കിൽ മനുഷ്യ വിഭവം എന്ന് പറയുന്നത് ഏറ്റവും വിലമതിക്കുന്ന ഒന്നാണ്. എന്നാൽ അതിനെ നമ്മൾക്കറിയാം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കണക്കിലെടുക്കാറില്ല. കാരണം ഹ്യൂമൻ റിസോഴ്സസിനെ മൂല്യം നിശ്ചയിക്കുക, പണപരമായിട്ട് മൂല്യം നിശ്ചയിക്കുക, കാരണം മനുഷ്യൻ്റെ മൂല്യം പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ മൂല്യം നിശ്ചയിക്കാൻ, പണപരമായിട്ട് നിശ്ചയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഹ്യൂമൻ റിസോഴ്സിനെ സാധാരണ കണക്കിൽ ഉൾപ്പെടുത്താറില്ലായിരുന്നു. എന്നാൽ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യവിഭവശേഷി ഒരു സ്ഥാപനത്തിൻ്റെ വിജയത്തിന് ഒരു അനിവാര്യ ഘടകമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ ഹ്യൂമൻ റിസോഴ്സസിനെ അക്കൗണ്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ദാറ്റ് സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ഈസ് കോൾഡ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്. അവിടെ ഹ്യൂമൻ റിസോഴ്സസിനെ, ഒരു സ്ഥാപനത്തിലെ മനുഷ്യവിഭവശേഷിയെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ കണക്കിൽ രേഖപ്പെടുത്തുന്ന രീതിയാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിലുള്ളത്. സോ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് ഈസ് ഓൾസോ എ ന്യൂലി എമേർജ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. ആൻഡ് ലാസ്റ്റ്ലി അബൌട്ട് ദ ഫോറൻസിക് അക്കൗണ്ടിങ്. ഫോറൻസിക് അക്കൗണ്ടിങ് അടുത്ത കാലത്തായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഫോറൻസിക് അക്കൗണ്ടിങ്. നമുക്കറിയാം ഫോറൻസിക് എന്ന് പറഞ്ഞാൽ കുറ്റകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് സാമ്പത്തിക രംഗത്തുള്ള കുറ്റകൃത്യങ്ങൾ അനവധിയാണ്. പണ അപഹരണവും പണത്തിൻ്റെ ഒരുപാട് തട്ടിപ്പ് മേഖലകൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും കണക്കുകളിലെ കൃത്രിമങ്ങൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ടുള്ള രീതികളാണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്നത്. ആധുനിക കാലത്ത് പ്രത്യേകിച്ചും എന്താണ് ഓൺലൈൻ ഇടപാടുകൾ അല്ലെങ്കിൽ ഓൺലൈനിലുള്ള സാമ്പത്തിക ഇടപാടുകൾ വർദ്ധിച്ചതോടുകൂടിയിട്ട് ഒരുപാട് തട്ടിപ്പുകളും കൃത്രിമങ്ങളും സാമ്പത്തിക ഇടപാടുകൾ നടക്കുകയാണ്, കച്ചവട ഇടപാടുകൾ നടക്കുകയാണ്. അപ്പോൾ അവയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് സങ്കേതങ്ങളാണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ ഉള്ളത്. So these all are the modern branches of accounting: social accounting, responsibility accounting, human resources accounting, forensic accounting.
are the modern branches of accounting which are emerged nowadays apart from financial accounting, cost accounting and management accounting. Next we shall discuss about the qualitative characteristics of accounting information. അക്കൗണ്ടുകൾക്കുണ്ടായിരിക്കേണ്ട ഗുണപരമായ പ്രത്യേകത എന്തൊക്കെയാണ്? എന്തൊക്കെ ഗുണങ്ങൾ അക്കൗണ്ടുകൾക്കുണ്ടാവണം? കാരണം അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ തീരുമാനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അല്ലെ, അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നത് മറ്റുള്ളവരുടെ തീരുമാനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ് പലരും തീരുമാനമെടുക്കുന്നത്. ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവർ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ തീരുമാനങ്ങളെ എടുക്കുന്നതിനെ സഹായിക്കണമെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ചില ഗുണങ്ങൾ, അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിന് സഹായകരമാകണമെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷന് ചില ഗുണങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് തീരുമാനങ്ങൾ എടുക്കുന്നതിനെ സഹായിക്കത്തുള്ളൂ. അപ്പോൾ എന്തൊക്കെ ഗുണവശങ്ങളാണ് അതിനുണ്ടാവേണ്ടത്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ട ഗുണപരമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ? എങ്ങനെയെങ്കിലും അക്കൗണ്ടുകൾ തയ്യാറാക്കിയാൽ അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടില്ല. ഇപ്പോൾ ബിസിനസ്സിനകത്തും പുറത്തുമുള്ളവർക്ക് അക്കൗണ്ടുകൾ പ്രയോജനപ്പെടണമെങ്കിൽ അതിന് ചില ഗുണങ്ങൾ ഉണ്ടാവണം. എന്തൊക്കെയാണ് അക്കൗണ്ടുകൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ? അക്കൗണ്ടിങ് വിവരങ്ങൾക്ക് ഗുണപരമായ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവണം? 4 പ്രധാനപ്പെട്ട ഗുണസവിശേഷതകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് റിലയബിലിറ്റി എന്നുള്ള സവിശേഷത നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണമാണ് അത് റിലയബിൾ ആയിരിക്കണം, വിശ്വാസയോഗ്യമായിരിക്കണം. അതാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. വിശ്വാസ്യത എന്നുള്ള ഗുണം അതിനുണ്ടാവണം. എല്ലാവർക്കും വിശ്വാസമുണ്ടാവണം കണക്കുകളിൽ. ആര് നോക്കിയാലും ശരിയെന്ന് തോന്നത്തക്ക രീതിയിൽ എന്താണ് കണക്കുകൾ തയ്യാറാക്കണം. മറ്റുള്ളവർക്ക് സംശയം തോന്നുകയാണെങ്കിൽ ഇത് കള്ളക്കണക്കാണെങ്കിൽ ആർക്കും കണക്കുകൾ വിശ്വാസം വരില്ല. അപ്പോൾ വിശ്വാസയോഗ്യമായിരിക്കണം കണക്കുകൾ. അതിന് റിലയബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത എന്നുള്ള ഗുണമുണ്ടാവണം. സോ എ റിലയബിൾ ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. അപ്പോൾ മറ്റുള്ളവർ നമ്മുടെ കണക്കുകൾ വിശ്വസിക്കണമെങ്കിൽ അതെങ്ങനെയായിരിക്കണം? അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാൻ പാടില്ല, തെറ്റുകൾ കടന്നുകൂടാൻ പാടില്ല. എറേഴ്സ് അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ, മിസ്റ്റേക്കുകൾ കണക്കുകൾ ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് വിശ്വാസം വരില്ല, അത് കള്ളക്കണക്കാണെന്ന് പറയും. സോ ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ്. പക്ഷപാതം ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ കാണിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കള്ളക്കണക്ക് എഴുതാൻ പാടില്ല. പക്ഷപാതം അതിൽ കാണാൻ പാടില്ല. സാധനങ്ങൾ വാങ്ങിയപ്പോൾ ഡിസ്കൗണ്ടിലാണ് സാധനങ്ങൾ വാങ്ങിയത്, ആ ഡിസ്കൗണ്ട് ഒഴിവാക്കാതെയാണ് കണക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ബയാസ്ഡ് ആണ്. അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ആ കണക്കെഴുതിയ വ്യക്തി എന്താണ് അവിടെ കൃത്രിമം കാണിച്ചിരിക്കുന്നു. അപ്പോൾ അത് ബയാസ്ഡ് ആണ്. അപ്പോൾ ഈ പറയുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ റിലയബിൾ ആണെങ്കിൽ അതെങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ഓൾസോ ബയാസ്. അതിൽ കള്ളത്തരങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടാവാൻ പാടില്ല. ദ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ്ഡ് മസ്റ്റ് ബി ക്രെഡിബിൾ ആൻഡ് വെരിഫയബിൾ. അത് ക്രെഡിബിൾ ആയിരിക്കണം, വിശ്വാസയോഗ്യമായിരിക്കണം. ആർക്കും അതിൽ സംശയം തോന്നാൻ പാടില്ല. ഒരു സംശയത്തിൻ്റെ സാഹചര്യം അവിടെ ഉണ്ടാവാൻ പാടില്ല കണക്കുകളിൽ. ആൻഡ് ഓൾസോ വെരിഫയബിൾ. അത് പരിശോധിക്കാൻ കഴിയണം. ശരിയാണെന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കണം, വെരിഫൈ ചെയ്യാൻ കഴിയുന്ന ഒന്നായിരിക്കണം. അപ്പോൾ അക്കൗണ്ടുകളിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ കണക്കുകളിൽ എഴുതിയിരിക്കുന്നവ ശരിയാണോ എന്ന് പരിശോധിക്കാൻ കഴിയണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ ഉണ്ടാവണം. അപ്പോൾ ബില്ലും വൗച്ചറും ഉള്ള കാര്യങ്ങൾ മാത്രമേ കണക്കിൽ എഴുതാൻ പാടുള്ളൂ. ബില്ലോ വൗച്ചറോ ഇല്ലാത്ത ഒരു കാര്യവും എന്താണ് കണക്കിൽ എഴുതാൻ പാടില്ല. അപ്പോൾ വ്യക്തമായി തെളിവുള്ള കാര്യങ്ങൾ മാത്രമേ കണക്കിൽ രേഖപ്പെടുത്താൻ പാടുള്ളൂ. എന്നാലേ അത് വെരിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് ആർക്ക് വേണമെങ്കിലും എന്താണ് ആ കണക്ക് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. ആ കണക്ക് പരിശോധനയ്ക്കാണ് നമ്മൾ എന്ത് പറയുക? ഓഡിറ്റിംഗ് എന്ന് പറയുക, കണക്ക് പരിശോധന. പിന്നീട് കണക്ക് പരിശോധിക്കണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് ആ ഇടപാടിൻ്റെ ഓരോ ഇടപാടിൻ്റെയും
ബില്ലുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ രേഖകൾ അല്ലെങ്കിൽ അതിനാണ് വൗച്ചർ എന്ന് പറയുക. അതിൻ്റെ ബില്ലും അതിൻ്റെ വൗച്ചറുകളും കൃത്യമായിട്ട് എന്താണ് ഫയൽ ചെയ്ത് വെക്കണം. അപ്പോൾ കൃത്യമായിട്ട് രേഖയുള്ള കാര്യങ്ങൾ മാത്രമേ കണക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ വെരിഫയബിലിറ്റി എന്നുള്ള ഗുണം അതിനുണ്ടാകുകയുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണം എന്താണ്? അത് റിലയബിൾ ആയിരിക്കണം, വിശ്വാസയോഗ്യമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം എറേഴ്സ് ആൻഡ് ബയാസ് ആൻഡ് ഷുഡ് ബി ക്രെഡിബിൾ ആൻഡ് ഓൾസോ വെരിഫയബിൾ. ആർക്കും പരിശോധിക്കാൻ കഴിയണം. സോ accounting information should be reliable. And secondly, relevance is the second quality. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ ഗുണമാണ് റെലവൻസ് എന്ന് പറയുന്നത്. റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം, പ്രധാനപ്പെട്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അക്കൗണ്ട് ബുക്കുകളിൽ എന്താണ് അനാവശ്യ കാര്യങ്ങളൊന്നും എഴുതി വെക്കേണ്ടതില്ല. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അതാണ് റെലവൻസ് എന്ന് പറയുന്നത്. എല്ലാവർക്കും റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തീരുമാനം എടുക്കുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അക്കൗണ്ടിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. എല്ലാവർക്കും റെലവൻ്റ് ആയിട്ടുള്ള പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ വേണം കണക്കിൽ ഉൾപ്പെടുത്താൻ. അതേ സമയത്ത് എന്താണ്, ഇറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ ടൈം. സമയത്ത് നൽകുന്നതിന് മാത്രമേ റെലവൻസ് ഉള്ളൂ. തീരുമാനമെടുക്കുന്നതിന് സഹായിക്കണമെങ്കിൽ കൃത്യസമയത്ത് വിവരങ്ങൾ നൽകണം. സോ ടു ബി റെലവൻറ്റ്, ഇൻഫർമേഷൻ മസ്റ്റ് ഇൻഫ്ലുവൻസ് ദ ഡിസിഷൻസ് ഓഫ് യൂസേഴ്സ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നവരുടെ തീരുമാനമെടുക്കുന്നതിനെ സഹായിക്കുന്ന വിവരങ്ങളായിരിക്കണം അക്കൗണ്ടിൽ ഉണ്ടാവേണ്ടത്. ആൻഡ് ദ ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം ആൻഡ് മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. എങ്കിൽ മാത്രമേ അത് റെലവൻ്റ് ആയി തീരുകയുള്ളൂ. സമയത്ത് വിവരങ്ങൾ നൽകുക. വിവരങ്ങൾ വൈകി നൽകുന്നത് വിവരങ്ങൾ നൽകാതിരിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയാറ്. ഇൻഫർമേഷൻ ഡിലൈഡ് ഈസ് ഇൻഫർമേഷൻ ഡിനൈഡ്. കാലതാമസം വന്നു കഴിഞ്ഞാൽ അത് തീരുമാനമെടുക്കാൻ സഹായിക്കില്ല. അതുകൊണ്ട് കൃത്യസമയത്ത് അക്കൗണ്ടിങ് വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്, അത് പ്രഡിക്ഷനും ഫീഡ്ബാക്കിനും സഹായിക്കുന്ന ഒന്നായിരിക്കണം. നാളേക്കുള്ള തീരുമാനങ്ങൾ എടുക്കാനും കൃത്യമായിട്ടുള്ള റെസ്പോൺസുകൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്താണ് നടക്കുന്നത് കൃത്യതയോടെ അറിയാനും കഴിയുന്നതായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് മസ്റ്റ് ബി ഹെൽപ്പ് ഇൻ പ്രഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. ആൻഡ് ദ തേർഡ് ക്വാളിറ്റി ഈസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കണം. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്നുള്ള ഗുണം ഉണ്ടാവണം അക്കൗണ്ടുകൾക്ക്. അണ്ടർസ്റ്റാൻഡബിലിറ്റി മീൻസ് ഡിസിഷൻ മേക്കേഴ്സ് മസ്റ്റ് ഇൻ്റർപ്രറ്റ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ ദ സെയിം സെൻസ് ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് കൺവേർഡ് ടു ദം. അപ്പോൾ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രയോജനപ്പെടുത്തുന്നവർക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതായിരിക്കണം. ആർക്കും മനസ്സിലാകുന്ന രൂപത്തിലായിരിക്കണം കണക്കിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കേണ്ടത്. സോ ഇവിടെ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറയുന്നത് കണക്കുകൾ തയ്യാറാക്കുന്നവർ ഏത് അർത്ഥതലത്തിലാണോ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേ അർത്ഥതലത്തിൽ കാര്യങ്ങൾ വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവണം. അപ്പോൾ ഇത് തയ്യാറാക്കിയവർ ഏതർത്ഥത്തിലാണോ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേ അർത്ഥതലത്തിൽ അത് ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അണ്ടർസ്റ്റാൻഡബിലിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. സോ അണ്ടർസ്റ്റാൻഡബിലിറ്റി മീൻസ് ഡിസിഷൻ മേക്കേഴ്സ് മസ്റ്റ് ഇൻ്റർപ്രറ്റ്, അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഇൻ ദ സെയിം സെൻസ്, അതേ അർത്ഥത്തിൽ, ആസ് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് കൺവേർഡ് ടു ദം. ആൻഡ് ദ ലാസ്റ്റ് ക്വാളിറ്റി ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് കമ്പയറബിലിറ്റി. Financial reports are able to compare various aspects of an entity over different time period and with other entities. അപ്പോൾ താരതമ്യക്ഷമമായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. കാരണം നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയണം. അപ്പോൾ അവിടെ നോക്കുക, ഒരു സ്ഥാപനത്തിന് തന്നെ, ഒരു എൻറ്റിറ്റി, ഒരു സ്ഥാപനത്തിന് തന്നെ പല കാലയളവിലെ കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയണം. ആൻഡ് ഓൾസോ വിത്ത് അതർ എൻറ്റിറ്റീസ്. ഒരു സ്ഥാപനത്തിൻ്റെ കണക്കുകൾ മറ്റൊരു സ്ഥാപനത്തിൻ്റെ കണക്കുകളുമായിട്ട് താരതമ്യം ചെയ്യാൻ കഴിയണം. അപ്പോൾ അത്തരത്തിൽ താരതമ്യക്ഷമമാകണമെങ്കിൽ ഒരേ രീതികൾ കണക്ക് തയ്യാറാക്കണം. കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ അതേ രീതിയിൽ
ഈ വർഷം കണക്കുകൾ തയ്യാറാക്കിയെങ്കിൽ മാത്രമേ കഴിഞ്ഞ വർഷത്തെ കണക്കുകളും ഈ വർഷത്തെ കണക്കും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ ബിസിനസ് സ്ഥാപനം മറ്റു ബിസിനസ് സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന രീതിയിൽ തന്നെ കണക്കുകൾ തയ്യാറാക്കിയാൽ മാത്രമേ ആ സ്ഥാപനങ്ങളുടെ കണക്കുകളുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ ലാഭവും ഇതുപോലുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെ ലാഭവും തമ്മിൽ താരതമ്യം ചെയ്യണമെങ്കിൽ മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന അതേ രീതിയിൽ കണക്കുകൾ തയ്യാറാക്കണം. എന്നാലേ അവ താരതമ്യക്ഷമമാകുകയുള്ളൂ, കമ്പയറബിലിറ്റി എന്നുള്ള ഗുണം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ട് തരം കമ്പാരിസൺ അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഒരു സ്ഥാപനത്തിൻ്റെ കണക്കുകൾ വ്യത്യസ്ത വർഷങ്ങളിലെ കണക്കുകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ കണക്ക് ഇതുപോലുള്ള മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളുടെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യുന്നു. അപ്പോൾ രണ്ട് തരം കമ്പാരിസൺ അവിടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സാധ്യമാക്കേണ്ടതുണ്ട്. ഒന്നാമത്തതാണ് ഇൻ്റർഫേം കമ്പാരിസൺ, സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇൻ്റർഫേം. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കണക്കും ഇതുപോലുള്ള സെയിം ബിസിനസ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുടെ കണക്കുകളുമായിട്ട് താരതമ്യം ചെയ്യുക. അതിനാണെന്ന് പറയുക ഇൻ്റർഫേം, സ്ഥാപനങ്ങൾ തമ്മിലുള്ള താരതമ്യ പഠനം. There is yet another mode of comparison, that is intra-firm comparison, സ്ഥാപനത്തിനുള്ളിലുള്ള താരതമ്യ പഠനമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ കണക്ക് മുൻവർഷങ്ങളിലെ കണക്കുകളുമായിട്ട് താരതമ്യം ചെയ്യാം. അല്ലെങ്കിൽ ഈ വർഷത്തെ ഒരു എമൗണ്ട് ഈ വർഷത്തിൻ്റെ മറ്റൊരു എമൗണ്ടുമായിട്ട് താരതമ്യം ചെയ്യാം. ഉദാഹരണമായിട്ട് പ്രോഫിറ്റും സെയിൽസും തമ്മിൽ താരതമ്യം ചെയ്യാം. ഈ വർഷത്തെ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും സെയിൽസും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കാം. സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ലാഭം നമുക്ക് ലഭിച്ചു. അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലെ മുതൽ മുടക്കിയിരിക്കുന്ന മൂലധനം, ക്യാപിറ്റൽ എംപ്ലോയിഡ്, നമ്മുടെ ബിസിനസ്സിൽ മുതൽ മുടക്കിയ ലാഭത്തിൻ്റെ തുകയും ക്യാപിറ്റലിൻ്റെ തുകയും നമ്മൾ ഉണ്ടാക്കുന്ന ലാഭവും നമ്മൾ താരതമ്യം ചെയ്യാം. പ്രോഫിറ്റും ക്യാപിറ്റൽ എംപ്ലോയിഡും നമ്മൾ താരതമ്യം ചെയ്യാം. അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റും തമ്മിൽ താരതമ്യം ചെയ്യാം. അതൊക്കെ എന്താണ്? ഇൻട്രാഫേം കമ്പാരിസൺ ആണ്, സ്ഥാപനത്തിനുള്ളിൽ നടക്കുന്ന താരതമ്യ പഠനമാണ്. മുൻവർഷത്തെ കണക്കുകളുമായിട്ടോ അല്ലെങ്കിൽ ഈ വർഷത്തെ തന്നെ പല എമൗണ്ടുകൾ തമ്മിലോ താരതമ്യം ചെയ്യാം. എന്നാൽ ഇതുപോലുള്ള മറ്റ് കച്ചവട സ്ഥാപനങ്ങളുടെ കണക്കുകളുമായിട്ട് താരതമ്യം ചെയ്യുന്നതിന് ഇൻ്റർഫേം കമ്പാരിസൺ എന്നാണ് പറയുക. അപ്പോൾ അക്കൗണ്ടുകൾക്കുണ്ടായിരിക്കേണ്ട, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ട നാലാമത്തെ ഗുണമാണ് കമ്പയറബിലിറ്റി. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഇൻ്റർഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. അപ്പോൾ 4 പ്രധാനപ്പെട്ട ഗുണസവിശേഷതകളാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ടത്. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ട 4 ഗുണസവിശേഷതകളാണ് നമ്മൾ കണ്ടത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ ഓർത്തു നോക്കുക. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് റിലയബിലിറ്റിയെക്കുറിച്ചാണ്, വിശ്വാസ്യതയെക്കുറിച്ചാണ്. രണ്ടാമതായിട്ട് റെലവൻസിനെ കുറിച്ച്, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച്, പ്രസക്തമായിട്ടുള്ളതായിരിക്കണമെന്ന് കണ്ടു. മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയം അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്നുള്ളതാണ്. അതിൻ്റെ നാലാമതായിട്ട് കമ്പയറബിലിറ്റി എന്നുള്ള ഗുണം കണ്ടു. ദീസ് ഓൾ ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.